യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 60 മുതൽ 67 വരെയുള്ള വാക്യങ്ങൾ. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത്. ആ ഭാഗത്ത് ഈ 60 മുതൽ 67 വരെയുള്ള വചനങ്ങളിൽ 6 ചോദ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ചോദ്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് ആ ചോദ്യങ്ങളോട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തെ ഒന്ന് അധികം വിശദീകരിച്ചല്ലെങ്കിലും ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. 60-ാം വാക്യം നമ്മൾക്ക് ആദ്യം ശ്രദ്ധിക്കാം. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കണേ. ഞാൻ ഈ ഭാഗം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ 70-ൽ രക്ഷിക്കപ്പെട്ടയാളാണ്. അന്ന് മുതൽ വേദപുസ്തകവുമായിട്ട് എപ്പോഴും ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ നിരവധി ആവർത്തി ഈ ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വചനം ഈ ദിവസങ്ങളിൽ പഠിച്ചപ്പോഴാണ് അതിൽ വേറെ ചില രഹസ്യങ്ങളുണ്ടെന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില പ്രയോഗങ്ങളുണ്ട്. സഹോദരന്മാരും സഹോദരിമാരും വളരെ വേദപുസ്തകത്തിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. അതിലാദ്യത്തെ കാര്യം, ആദ്യത്തെ പദം ശിഷ്യന്മാർ എന്നുള്ളതാണ്, ഡിസൈപ്പിൾസ് എന്നുള്ളതാണ്. കർത്താവിൻ്റെ സുദീർഘമായ പ്രസംഗമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ പഠിപ്പിക്കൽ എന്ന് നമുക്കൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാം. എങ്കിലും ഇത് പൊതുജനത്തോടുള്ള പ്രസംഗമാണ്. ഇത് ശ്രദ്ധിച്ച് കേട്ടവരാണ് യഹൂദന്മാർ. അവർ വളരെ നമ്മള് ഈ കാര്യങ്ങളെ വിലയിരുത്തുന്നത് പോലെ അല്ല. ഒരു യഹൂദൻ യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേൾക്കുന്നത് ക്രിട്ടിക്കലായിട്ടാണ്, വിമർശനപരമായിട്ടാണ്. അതിന്റെ കാരണം അവർക്ക് നല്ലത് കിട്ടുകയാണെങ്കിൽ പിടിക്കണമെന്നൊരാഗ്രഹമുണ്ട്, ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തന്നെ ക്രിസ്തു പഠിപ്പിക്കുന്നതിൽ എന്താണ് പിശക്, ന്യായപ്രമാണ പ്രകാരം എന്താണ് ക്രിസ്തു പഠിപ്പിക്കുന്നതിലുള്ള തെറ്റ്, അബദ്ധം, അത് കണ്ടെത്താൻ വേണ്ടി അവർ വളരെ ശ്രദ്ധിച്ചാണ് കർത്താവിൻ്റെ പ്രസംഗം കേട്ടത്. അല്ലേ? ഇതുപോലെയാണ് ഇന്നും ഇതുപോലെ കുറെ ഓഡിയൻസസ് ഉണ്ട്, അല്ലേ? നമുക്ക് കാണാൻ പറ്റും. എന്താ അതിനകത്ത് നല്ല വശം അവർക്ക് കിട്ടുന്നത് അവരെവിടെയെങ്കിലും ഒക്കെ പ്രയോഗിക്കും, അത് സ്വാഭാവികമായിട്ട്. എന്നാൽ അവർ അധികവും ശ്രദ്ധിക്കുന്നത് ഇതിനകത്ത് ക്രിട്ടിക്കലായിട്ടുള്ള ഭാഗം, വിമർശനപരമായിട്ടുള്ള കാര്യം എന്താ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ സുദീർഘമായ പ്രസംഗത്തിൽ അവരൊടുവിൽ ആ പ്രസംഗത്തെ വിലയിരുത്തിയിട്ട് നോക്കണം. ഈ 62-ാം വാക്യവും 63-ാം വാക്യവും ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കണം. അവിടെ ഈ 60-ാം വാക്യത്തിൽ പറയുന്നു, ശിഷ്യന്മാർ പലരും, അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അടുത്ത വചനം, ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? പിന്നീട് തൊട്ടടുത്ത് കാണുന്നത് 66-ാം വാക്യം, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ഇത്രയും വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതോട് ചേർത്ത് വെച്ച് നമ്മൾക്ക് പഠിക്കാൻ ആവശ്യമുണ്ട്.
ഞാനിവിടെ പറയാൻ വന്ന കാര്യം, ശിഷ്യന്മാർ എന്നുള്ള പ്രയോഗം 60-ാം വാക്യത്തിൽ ഉണ്ട്, 61-ാം വാക്യത്തിലുണ്ട്, 66-ാം വാക്യത്തിലുണ്ട്. ഉണ്ടോ? ശിഷ്യന്മാർ എന്നുള്ള പ്രയോഗം ഇവിടെ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം, 2 തരം ശിഷ്യന്മാരുണ്ട്. കേട്ടോ? 2 തരം ശിഷ്യന്മാർ. ആരൊക്കെയാ? ഒന്ന്, അവിശ്വസിക്കുന്ന ശിഷ്യന്മാർ, സംശയിക്കുന്ന ശിഷ്യന്മാർ. ഇനിയും കടത്തി പറയുകയാണ്, പിൻവാങ്ങിപ്പോകുന്ന ശിഷ്യന്മാർ. കണ്ടോ? പിൻവാങ്ങിപ്പോകുന്ന ശിഷ്യന്മാർ. മറ്റേ ശിഷ്യന്മാർ ആരാണ്? വിശ്വസിക്കുന്നവരാണ്, കർത്താവിനോട് ഒപ്പം നിൽക്കുന്നവരാണ്. അവര് പറയുന്നത്, ഞങ്ങൾ അങ്ങയെ വിട്ടെങ്ങും പോകത്തില്ല, നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട്, ഞങ്ങൾ ജീവിച്ചാൽ അങ്ങയുടെ കൂടെ, മരിച്ചാൽ അങ്ങയുടെ കൂടെ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവരുടെ 2 കൂട്ടരുടെയും പേര് ശിഷ്യന്മാരെന്നാണ്. ശ്രദ്ധിച്ചോ? ഞാൻ ഇനി പറയുന്ന വാചകം ഒരിക്കലും മറന്നു പോകരുത്. ചുവന്ന മഷിക്ക് എഴുതിയിടാൻ പറ്റുമെങ്കിൽ എഴുതിയിട്ടോണം. ശിഷ്യന്മാർ എല്ലാവരും വിശ്വാസികളല്ല, എന്നാൽ വിശ്വാസികൾ എല്ലാവരും ശിഷ്യന്മാരാണ്. കേട്ടോ? ശിഷ്യന്മാർ എല്ലാവരും വിശ്വാസികളല്ല. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ അഥവാ നമ്മൾ ഉൾക്കൊണ്ടിരിക്കേണ്ട ഒരു വലിയ ആശയം മാത്രമല്ല, നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: ഞാൻ ഏത് തരത്തിലുള്ള ശിഷ്യനാണ്? യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്തുണ്ടായിരുന്ന ശിഷ്യന്മാർ, അവർ പൂർണ്ണമായി ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥ പാലിക്കാത്തവരും ഉണ്ടായിരുന്നു. ഇതൊരു വലിയ പഠനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യകാലത്ത് മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോഴും എൻ്റെ ലൈബ്രറിയിൽ എവിടെയോ കാണണം, അത് നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല. ഒരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. അതാരാ എഴുതിയെന്ന് പോലും ഇന്ന് പകല് ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. ആ പുസ്തകത്തിന്റെ പേര് കപട ശിഷ്യന്മാർ എന്ന്. കേട്ടോ? അപ്പോൾ ശിഷ്യന്മാരുമുണ്ട്, പിന്നെ കപട ശിഷ്യന്മാരുമുണ്ട്. ഇന്ന് എൻ്റെ ഈ ക്ലാസ് ഇപ്പോൾ കേൾക്കുന്നവരും തുടർന്ന് യൂട്യൂബിലൊക്കെ ശ്രദ്ധിക്കുന്നവരും ഒക്കെ, എനിക്കറിയാം ഒരുപാട് പേര് നമ്മുടെ ഈ ക്ലാസ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരെന്നോട് വ്യക്തിപരമായിട്ട് പറയുന്നുണ്ട്. ഷാർജയിലുള്ള ഒരാള് കഴിഞ്ഞ ദിവസം എൻ്റെ മകനോട് പറഞ്ഞു, പപ്പയോട് പറയണം, ഞാൻ ഈ ക്ലാസ് മുഴുവൻ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവല്ലായിലെ ഒരു ചാപ്പലിലെ വൈഫിൻ്റെ, എൻ്റെ ഭാര്യയുടെ ആക്സിഡന്റോട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് ഞാൻ ഒരു അസംബ്ലി ചെന്നപ്പോൾ അവിടുത്തെ ഒരു എൽഡർ പറഞ്ഞ ഇതാണ്, ഞാൻ ആ ക്ലാസ് മുഴുവൻ ഫോളോ ചെയ്തുകൊണ്ട്, അപ്പൊ എൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അവരോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഒരു ആത്മപരിശോധനയ്ക്ക് സമയമെടുക്കണം. സമയമെടുത്ത് ചിന്തിക്കണം, ഞാൻ യഥാർത്ഥ ശിഷ്യനാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, യഥാർത്ഥ ശിഷ്യത്വം എന്ന ഒരു പുസ്തകം വില്യം മക്ഡൊണാൾഡ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഈ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് 2 തരം ശിഷ്യരെ നമ്മൾ കാണുകയാണ്. കർത്താവ് പറഞ്ഞ വചനങ്ങളെ സംശയിക്കുക, കർത്താവ് പറഞ്ഞ സത്യങ്ങളെ കർത്താവ് പറഞ്ഞ വിഷയങ്ങളെ അവിശ്വസിക്കുക.
സംശയിക്കുക മാത്രമല്ല, അവിശ്വസിക്കുക. അവരെ കർത്താവ് വിളിക്കുന്നത് അവർ യഥാർത്ഥ ശിഷ്യന്മാർ അല്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണണം. ഈ കർത്താവ് പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ, കർത്താവ് പറയുന്നത് എല്ലാം നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നമ്മളെ യഥാർത്ഥ ശിഷ്യരായിട്ട് അംഗീകരിക്കാൻ കർത്താവിന് സാധിക്കുകയില്ല. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ പിന്നീട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. 8-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നോക്ക്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് സുവ്യക്തമല്ലേ ഷൈജൻ ബ്രദറെ, ശിഷ്യന്മാരുമുണ്ട്, വാസ്തവമായ ശിഷ്യന്മാരുമുണ്ട്. കണ്ടോ? അത് ഇംഗ്ലീഷിൽ നോക്കിയാൽ വളരെ വ്യക്തമാണ്. യു ആർ മൈ ഡിസൈപ്പിൾസ് ഇൻഡീഡ് എന്നാണ്. തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ സാധിക്കും, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. ആരെ? വിശ്വസിച്ചവർ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ശ്രദ്ധിക്കണേ, ആ വാക്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. എന്താ? തന്നിൽ വിശ്വസിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? ആരിൽ നിന്നെങ്കിലും അൺമ്യൂട്ട് ചെയ്തൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. വചനത്തിൽ നിലനിൽക്കുന്നില്ല. അതാണ്, അവിടെയാണ് പ്രശ്നം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, പക്ഷേ കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അവർ യഥാർത്ഥ ശിഷ്യരല്ല. കണ്ടോ? ഈ 2 തരം ശിഷ്യത്വം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇത് ഒരു വലിയ പഠനമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വിഷയം തന്നെയുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യത്വത്തെ സംബന്ധിച്ച് കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം അവിടെയുണ്ട്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. കണ്ടോ? 3-ാം വാക്യത്തിൽ കർത്താവിൽ വസിക്കുകയും കർത്താവ് ഒരുവനിൽ വസിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? 8-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. അടുത്തത്, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഉണ്ടോ? ആരാ ശിഷ്യൻ? ഒന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കണേ, ഒന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. 2 കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നു. 3 ആ വചനത്തിൽ നിലനിന്ന് എന്ത് ചെയ്യുന്നു? ഫലം കായ്ക്കുന്നു. അപ്പൊ വചനം എന്താ? ദൈവവചനം ഒരു വിത്താണ്. ആ വിത്തുള്ളിൽ വീണിട്ട് അതൊരു വൃക്ഷമായി വളർന്ന് ആ വൃക്ഷത്തിൽ ഫലം കായ്ക്കുക. ഇനി നമ്മൾക്ക് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. കണ്ടില്ലേ? ശിഷ്യനാണോ ഒരു വ്യക്തി, കർത്താവിന്റെ ശിഷ്യനാണോ അല്ലയോ എന്ന് അറിയുന്നത് എന്തുകൊണ്ടാ? പ്രസംഗം കൊണ്ടല്ല,
പാട്ട് പാടുന്നതിലൂടെ അല്ല, കൈയടിക്കുന്നതിലൂടെ അല്ല, ഹല്ലേലൂയ പറയുന്നതിലൂടെ അല്ല, അന്യഭാഷ പറയുന്നതിലൂടെ അല്ല, പിന്നെ ഫലം കൊണ്ടാണ് ആ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അത്യഗാധമായ ആത്മീയ സത്യങ്ങൾ ശിഷ്യത്വത്തെ സംബന്ധിച്ച് കർത്താവ് ഇവിടെ വ്യക്തമാക്കുക. ഈ സംഭവത്തിലൂടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നമ്മൾ കാണുന്ന 60 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്ന ശിഷ്യന്മാരെ ഉദാഹരിച്ചുകൊണ്ട് നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സാധിക്കുക. ഇതൊക്കെ നമ്മൾ ഈ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം വളരെ ഗൗരവമായിട്ട് വില ഇരുത്തുവാൻ ആവശ്യമുണ്ട്. അപ്പോൾ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ ശിഷ്യനാകുന്നില്ല. ആ ആൾ ശിഷ്യനാകുന്നത്, ഒരു വ്യക്തി ശിഷ്യൻ ആകുന്നത് കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുകയും, ഞാൻ ഒന്നുകൂടെ ശക്തമായി പറഞ്ഞാൽ, ദൈവവചനത്തോടുള്ള പ്രതികരണമാണ് ഒരാൾ യഥാർത്ഥ ശിഷ്യനാണോ അല്ലയോ എന്ന് വ്യക്തമാക്കപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. എന്താ? കർത്താവിന്റെ വചനത്തോടുള്ള പ്രതികരണമാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണോ അല്ലയോ എന്ന് ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഇതിനെ ഒരു വിധത്തിലൊന്ന് ഉപമിച്ച് പറയാം. പൗലോസ് അപ്പോസ്തലനൊരു ഉപമ നടത്തുന്നുണ്ട്, ഒരു താരതമ്യം. അതാണ് കമ്പയർ ചെയ്ത് പറയുന്നൊരു ഭാഗമുണ്ട്. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം. എപ്പോഴും പഠിച്ചിട്ടും, വാക്യം വായിക്കാൻ ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് പഠിക്കണം. കണ്ടോ? നമ്മളിവിടെ കാണുന്ന ഈ ശിഷ്യത്വത്തിന്റെ ശിഷ്യത്വത്തിന്റെ പടവുകൾ കയറി എന്ന് വിചാരിക്കുന്നവർ തന്നെ പൗലോസ് അപ്പോസ്തലന്റെ പ്രബോധനത്തിൽ വരുന്നത് കണ്ടോ? നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണ് കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. കണ്ടോ? ഈ ശിഷ്യന്മാരെ നമ്മൾക്ക് ഉപമിക്കാൻ കഴിയുന്നത് ആരോടാണെന്നറിയാമോ? ഒത്തിരി പഠിച്ചു, എപ്പോഴും പഠിക്കും, പക്ഷേ യാതൊരു പ്രയോജനമില്ല. കണ്ടോ? എപ്പോഴും പഠിച്ചിട്ടും അടുത്ത വചനം, ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വരുന്നില്ല. ഇത് ഒരു പ്രധാന വചനമാണ്. കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ട് ഒത്തിരി പഠിച്ചു, പക്ഷെ എന്തുണ്ടായില്ല? ഗുണമുണ്ടായില്ല. എന്താ? സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന വചനം, ഈ വാചകം ഒന്ന് ശ്രദ്ധിച്ചോണേ, ഹൃദയത്തിൽ ഏറ്റെടുക്കാത്തവർ.
തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും ഹൃദയം കൊണ്ട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രകൃതിയാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ കട്ടികൂടിയ കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ വളരെ ലളിതമാ പ്രിയപ്പെട്ടവർ. ആ കർത്താവ് ഉദ്ദേശിക്കുന്ന ശിഷ്യന്മാർ രണ്ട് വിധത്തിൽ നമ്മൾക്കതിനെ പറയാം. ഒന്ന്, സ്വാഭാവികമായി ശിഷ്യന്മാരെന്നറിയപ്പെടുന്നവർ, നാച്ചുറൽ ഡിസൈപ്പിൾസ്. സ്വാഭാവികമായി കാഴ്ചയിൽ എല്ലാം ആര് കണ്ടാലും നല്ല ഭക്തിയാണ്, ബൈബിളും കൊണ്ട് പോകുന്നുണ്ട്, യോഗത്തിനൊക്കെ സംബന്ധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. കാണുന്നവർക്ക് ഈ ആളൊരു ക്രിസ്തു ശിഷ്യനാണ്, ക്രിസ്തു ശിഷ്യയാണ്. എന്നാൽ കർത്താവ് ഇവരെ വിലയിരുത്തുമ്പോഴാണ് ഇവർ യഥാർത്ഥ ശിഷ്യരാണ് എന്ന് പറഞ്ഞാൽ, ഈ 2 തീമോത്തിയോസ് 3:7 പറഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിയ ശിഷ്യരാണോ? സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുക, പഠനം കൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്നുള്ളതാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾക്ക് വരാം, യോഹന്നാൻ 6 വന്നാട്ട് 6-ാം അധ്യായത്തിന്റെ 60-ാം വാക്യം നമ്മളിപ്പോ വായിച്ചത് അല്ലേ? 60-ാം വാക്യത്തിൽ അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, കർത്താവിന്റെ പ്രസംഗം, കർത്താവിന്റെ പഠിപ്പിക്കൽ കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ശ്രദ്ധിക്കണേ, ഇത് കഠിനവാക്ക്, ഇത് കേൾക്കാൻ ആർക്ക് കഴിയും? എന്താ കർത്താവ് പറഞ്ഞ കഠിന വാക്ക്? എന്താ റിവിഷൻ പറഞ്ഞ കർത്താവ് പറഞ്ഞ കഠിന വാക്ക് എന്താ? എന്താ ദൈവമേ, അതാ പറഞ്ഞേ അല്ലേ? 2 ആഴ്ചയൊക്കെ കഴിഞ്ഞില്ലേ, ഇത് 3-ാമത്തെ ആഴ്ചയിൽ. എന്താ കർത്താവ് പറഞ്ഞ കഠിന വാക്ക്? എന്റെ മാംസം തിന്നുകയും, മാംസം തിന്നണം, എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം. ഇതാണ് കർത്താവ് പറഞ്ഞ കഠിന വാക്ക്. ഈ കഠിന വാക്ക് കേട്ടപ്പോൾ അവർ മനസ്സിൽ പറയുകയാണ്, നോക്കണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത്, അവർ തമ്മിൽ പിറുപിറുക്കുന്നത് തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? നോക്കണം, ശിഷ്യന്മാരുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കാത്ത ശിഷ്യന്മാരുടെ ചോദ്യമാണ് 60-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇത് ആർക്ക് കേട്ടു നിൽക്കാൻ കഴിയും? ഇത് ആർക്ക് കേൾക്കാൻ കഴിയും? അവരോടുള്ള കർത്താവിന്റെ ചോദ്യമാണ് 61-ാം വാക്യത്തിൽ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോട്ടെ. ഇവര് പരസ്പരം പിറുപിറുക്കുകയാണ്. കർത്താവിന് കാണാം, ഇവരുടെ ചുണ്ടനക്കുന്നത് കാണാം, പക്ഷെ ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റില്ല. അതാണ് പിറുപിറുക്കുക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാ. നമുക്ക് ഈ സഭയിലും കാണാമല്ലോ, നമ്മൾ വല്ല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പരസ്പരം എന്ന് പറയുന്ന കണ്ടിട്ടില്ലേ? എന്താ ഇവരെന്തോ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ചൂണ്ട എന്തോ പറഞ്ഞു എന്നുള്ളത് നമുക്ക്. ഇത് തന്നെയാണ് കർത്താവിന്റെ കാലത്ത് നടന്നത്. അപ്പൊ പക്ഷേ കർത്താവിന് ഉള്ള ഒരു പ്രത്യേകത നോക്കുക. അവിടെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താ? കർത്താവ് അത് തന്നിൽ തന്നെ അറിഞ്ഞു എന്നാണ്. പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞു എന്നാണ് അവിടെ ഇരിക്കുന്നത്. ജീസസ് ന്യൂ ഇൻ ഹിംസെൽഫ്. കർത്താവ് തന്നിൽ തന്നെ അറിഞ്ഞു. ഇതൊരു വലിയ പഠനം. നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചോ കേട്ടോ. കർത്താവ് അറിയുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ ഹൃദയ നിരൂപണം കർത്താവ് അറിഞ്ഞു എന്ന് പറയുന്നത്.
നമ്മൾ മന്ത്രിക്കുന്ന കർത്താവ് അറിയുന്നുണ്ട്. നമ്മൾ പിറുപിറുക്കുന്നത് നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. 139 സങ്കീർത്തനം, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ കിടപ്പ് കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ വേലത്തരം ഒന്നും നടക്കുകയില്ല കേട്ടോ. ഇവര് പിറുപിറുത്തത് എന്താണെന്ന് കർത്താവിന് വ്യക്തമായിട്ട് മനസ്സിലായി. ഇവിടെ ഈ ശിഷ്യന്മാർ ഉപയോഗിക്കുന്ന വാക്ക് 60-ാം വാക്യത്തിൽ ഇത് കഠിന വാക്കെന്നാണ്. ഇത് കഠിന വാക്ക്. ഇംഗ്ലീഷിൽ അത് ഹാർഡ് സെയിൻസ് എന്ന കഠിന വാക്കെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ വാക്കും വചനവും തമ്മില് വ്യത്യാസമുണ്ട് അല്ലേ? വാക്കും വചനവും തമ്മിൽ ഗ്രീക്ക് ഭാഷയിൽ 2 പദങ്ങളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വചനം എന്നുള്ളതിന് ലോഗോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് റീമ. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ലോഗോസാണ്. യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ നിന്ന് ജനം കേട്ടത് ലോഗോസാണ്. എന്നാൽ ഇവർ പരസ്പരം പറഞ്ഞ വാക്ക്, ആ വാക്കുകൾ ലോഗോസിനോട് ചേർക്കാൻ പറ്റില്ല, ദൈവവചനത്തോട് ചേർക്കാൻ പറ്റില്ല. അത് സാധാരണ വാക്കുകളാണ്. റീമായും ലോഗോസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ശ്രദ്ധിക്കണേ. ഞാനിപ്പം വചനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, വചനം എന്ന വിഷയമൊന്ന് ചെറിയ തോതിലൊന്ന് സ്പർശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. പിന്നെ ശിഷ്യന്മാരടുക്കെ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. കർത്താവ് അവരോട് സംസാരിച്ചത് ഉപമകളായിട്ടാണ്. ആ ഉപമകളായിട്ട് സംസാരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇനിയും 36-ാം വചനം നോക്കിയാൽ അതിനോട് ചേർത്ത് 36-ാം വാക്യം കൂടെ. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്നപേക്ഷിച്ചു. കർത്താവ് പറഞ്ഞത് എന്താണെന്ന് ഈ ശിഷ്യന്മാർക്ക് ആ ഉപമ മനസ്സിലായില്ല. അവരെന്ത് ചെയ്തു? സ്വകാര്യമായി കർത്താവിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, അവിടുന്ന് പറഞ്ഞ ആ ഉപമ എന്താണ് എന്ന് കർത്താവിനോട് അവർ ചോദിക്കുകയാണ്. ഈ ഉപമ അവർ ചോദിച്ചറിയുക. ഞാനിവിടെ ഒരു വലിയ സത്യം പറയട്ടെ. കർത്താവിൻ്റെ വചനം, കർത്താവ് പറയുന്നത് പൂർണ്ണമായി നമ്മൾക്കൊരു പക്ഷെങ്കിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ സ്വകാര്യമായി കർത്താവിനോട് അത് ചോദിച്ചറിയാനുള്ള ബാധ്യത ഈ ശിഷ്യന്മാരെ പോലെ എല്ലാ ശിഷ്യന്മാർക്കും ഉണ്ട്. അവർ ചെന്ന് കർത്താവ് പറഞ്ഞ വചനം ഏതാ? ലോഗോസ്. കർത്താവ് പറഞ്ഞ വചനം അവർ ചോദിച്ചറിയുക. കർത്താവ് അവരോട് പറഞ്ഞത് ലോഗോസ് ആണ്. എന്ത്? വിത്തിനെ കുറിച്ചാ പറഞ്ഞത്, വചനത്തെ കുറിച്ചാ പറഞ്ഞത്. കേവലം കർത്താവ് ഉച്ചരിച്ചു വിടുന്ന ചില വാക്കുകളല്ല പറഞ്ഞത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ മൊഴികൾ, യേശുക്രിസ്തുവിന്റെ പൊന്നുമൊഴികൾ, കർത്താവിന്റെ ആത്മത്തിൽ കർത്താവ് വചനമാണ്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞതും വചനമാണ്.
ഇത് രണ്ടിനും തുല്യ പ്രാധാന്യം നൽകണം. പലരും ക്രിസ്തുവിന്റെ ആഴത്തിന് പ്രാധാന്യം നൽകും. അത്രയും പ്രാധാന്യം യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങൾക്ക് നൽകാറില്ല. ശിഷ്യത്വത്തിന്റെ മാറ്റുരയ്ക്കുന്നത് ഒരാള് ശിഷ്യനാണോ, യഥാർത്ഥ ശിഷ്യനാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്നത് ഇവിടെയാണ്. ക്രിസ്തു എന്ന വചനത്തെ അംഗീകരിക്കുന്നു, പക്ഷേ ക്രിസ്തു ഉച്ചരിച്ച വചനത്തെ, യേശുക്രിസ്തു പറഞ്ഞ വചനത്തെ. അതുകൊണ്ടാണ് കർത്താവ്, കേൾക്കണേ, ഒരിക്കലും മറന്നു പോകരുത്, അത്ര വലിയ കട്ടയൊന്നുമില്ല കേട്ടോ, ഇത് പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിൽ കർത്താവ് പറഞ്ഞ്, എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നതെല്ലാം, എന്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവരെല്ലാം. ആരാ ശിഷ്യൻ? യഥാർത്ഥ ശിഷ്യൻ ആരാണ്? ക്രിസ്തു എന്ന വചനത്തെ അംഗീകരിക്കുകയും ക്രിസ്തുവിന്റെ വചനം കേട്ട് അത് പ്രമാണിക്കുകയും ചെയ്യുന്നവനാണ്. ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മുടെ മുഖം നമ്മൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ബൈബിൾ എടുത്തതിന്റെ മുമ്പിൽ പിടിച്ചോണ്ടാ പറഞ്ഞത്. എന്റെ മുഖം ഈ വചനത്തിൽ എനിക്ക് കാണാൻ പറ്റും. ഞാൻ ആരാണ്? ഉഴപ്പനാണോ? എന്തോ ശിഷ്യനാ ഞാന്? ഏതു തരം ശിഷ്യനാണ് ഞാൻ? ഇനി നമുക്ക് ഈ വചനത്തെക്കുറിച്ചുള്ള ആ പഠനത്തിൽ നമ്മൾക്കൊന്ന് അല്പം കൂടെ മുന്നോട്ട് പോകാം കേട്ടോ. കർത്താവ് പറഞ്ഞു, വചനം കർത്താവ് പറഞ്ഞു. ആ വചനത്തോട് ഇവരുടെ പ്രതികരണം കഠിനവാക്കെന്ന് പറഞ്ഞ് അവർ പിന്താങ്ങി പോവുകയാണ്. കർത്താവ് അവരെ തിരിച്ചറിയുന്നു, അല്ലെ? യേശു കർത്താവ് തിരിച്ചറിയുന്നു. നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, എല്ലാവരെയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്ര ഏതെങ്കിലും ഒരു വേദാധ്യാപകൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമക്കളാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പരിശോധിക്കാനുള്ള സമയമായത്. ഞാനതൊന്ന് വ്യക്തമാക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം നമുക്കറിയാമല്ലോ. അവിടെ ദൈവവചനമുണ്ട്, ലോഗോസ് ഉണ്ട്. അവിടെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരു വായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറുവിടുവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. കണ്ടോ? നമ്മൾ ഈ വചനം എത്രയോ തവണ വായിച്ചിരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന മിക്കവാറും 100% ആളുകൾക്കും ഈ വചനം മനപ്പാടം അറിയാം. എന്നാൽ ദൈവവചനം മൂർച്ചയേറിയ വാളാണെന്നും ഇതെല്ലാം നമുക്കറിയാം. ജീവനുണ്ട്, ചൈതന്യമുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിൻ്റെയൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ ഒരൊറ്റ വചനത്തിൽ തന്നെ ചിന്തിച്ചാൽ തീരാത്തത്ര സത്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ വചനത്തിന്റെ സവിശേഷത
നമ്മൾ പലരും, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രയോഗങ്ങൾ ഞാനൊന്ന് തൊട്ടുപോകാം. എല്ലാവരും വചനത്തിലോട്ടൊന്ന് നോക്കിയാൽ മതി. നോക്കണം. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർതിരിക്കുന്നിടം വരെ തുളച്ചു ചെല്ലുന്നതാണ്. കണ്ടോ? യേശുക്രിസ്തു വചനം പറഞ്ഞു, അവരോട് വചനം പ്രസംഗിച്ചു. ആ വചനം പ്രസംഗിക്കുക മാത്രമല്ല, കേൾക്കണേ, ആ വചനം പ്രസംഗിക്കുക മാത്രമല്ല, അവരുടെ പ്രാണൻ, അവരുടെ ആത്മാവ്, അവരുടെ സന്ധിമജ്ജകൾ എങ്ങനെയാണെന്ന് യേശുക്രിസ്തു കാണുകയായിരുന്നു. ഉണ്ടോ? കർത്താവായ യേശുക്രിസ്തു എന്ന വചനത്തിന്റെ പവർ പറയുന്ന വചനം കർത്താവ് മൊഴിയുന്നു. അതാണ് കൂടുതൽ നല്ല വാക്ക്. ദൈവം പറയുന്നത് അരുളി ചെയ്യുന്നു. ആ അരുളി ചെയ്യുന്ന വചനം എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ പ്രാണൻ. 3 ഘടകങ്ങളാ മനുഷ്യനുള്ളത്. 1 പ്രാണൻ, 2 ആത്മാവ്, 3 ശരീരം. അതാണ് സന്ധി മജ്ജകൾ. ഈ വചനം ഒരു വ്യക്തിയുടെ പ്രാണനിൽ, ഒരു വ്യക്തിയുടെ ആത്മാവിൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്, കേട്ടോ, എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വചനം അറിയണം. ഏത് വചനം? ക്രിസ്തു എന്ന വചനം അറിയുകയാണ്. 2 വചനത്തിന്റെ 2 ആസ്പെക്ട്സ് ആണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കണം, അവിടം കൊണ്ട് നിർത്തരുത്. 12-ാം വാക്യം അടുത്ത നോക്കി. എന്താ? അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അല്ല ബ്രദറെ, അത് 13-ആണ്. 12-ന്റെ ഒടുവിലോട്ട് വാ. വരെ തുളച്ചു ചെല്ലുന്നതും, പിന്നെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും നീ കർത്താവിനറിയാം. ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് കർത്താവിന്റെ വചനത്തോട് കർത്താവിനറിയാം. കേട്ടോ? യേശുക്രിസ്തു പറഞ്ഞ വചനം ഏതു പരിധി വരെ നീ അനുസരിക്കുന്നു എന്നുള്ളത് കർത്താവിനറിയാം. അതാണ് യോഹന്നാൻ 6-ൽ നമ്മൾ കണ്ടത്. അവരുടെ ചിന്ത നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ ഇന്നലത്തെ സംസാരത്തിൽ വന്ന ഒരു വിഷയമുണ്ടല്ലോ, ഹൃദയം. എന്താ ഹൃദയം? നോക്ക്, 12-ാം വാക്യത്തിൽ നോക്ക്. എന്താ ഹൃദയം? ഹൃദയത്തിലെ എന്താ? ചിന്തകൾ, ഭാവങ്ങൾ, ഇവയുടെ ആകത്തുകയാ ഹൃദയം. അല്ലാതെ രക്തം പമ്പ് ചെയ്യുന്ന ഒരു സാധനം ഹൃദയം. വേറെ അടിസ്ഥാനത്തിൽ അവിടെ ചിന്തയുണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഭാവമുണ്ട്, അവിടെ പ്രതികരണ ശേഷിയുണ്ട്. അവിടെ ദൈവത്തോടുള്ള ഒരു വ്യക്തിയുടെ മനോഭാവമുണ്ട്. ഇത് ആർക്കറിയാം? വചനത്തിനറിയാം. ഏത് വചനം? ക്രിസ്തു എന്ന വചനം. ആ വചനത്തിന്റെ മുമ്പിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു പോകാൻ സാധിക്കയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ സത്യങ്ങളൊക്കെ പാവപ്പെട്ട എനിക്ക് വെളിപ്പെടുത്തി തന്ന കർത്താവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം. ഇനിയുമാണ് നമ്മൾ ഷൈജൻ ബ്രദർ വായിച്ച 13-ാം വാക്യം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടി വചനത്തിന്റെ മുമ്പിൽ
ലോഗോസിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. ഇതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ കണ്ടത്. ശിഷ്യന്മാരെന്ന് പറയുന്നവർ വചനം കേട്ടു, പക്ഷേ ആ വചനത്തോടുള്ള അവരുടെ മനോഭാവം, അവരുടെ പ്രതികരണം ശ്രദ്ധിക്കണേ. ഇതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. ഇത് വെച്ച് നമ്മൾ നമ്മളെ തന്നെ കാണാൻ ആവശ്യമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ലൂക്കോസ് 5:22 വായിച്ചു പോകാം. ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? കണ്ടോ, കർത്താവ് വചനം പറയുക മാത്രമല്ല, ആ കേൾവിക്കാരുടെ ചിന്തകളെ ശോധന ചെയ്യുന്നവനാണ് കർത്താവ്. കർത്താവിനറിയാം. ഇനി നമ്മൾക്ക് മടങ്ങി വരാം യോഹന്നാൻ 6-ലേക്ക്. കർത്താവരുടെ ആ പിറുപിറുപ്പ് കർത്താവ് തന്നിൽ തന്നെ അറിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം കണ്ടോ. 61-ാമത്തെ വചനം കർത്താവ് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാവുന്നുവോ? ചുവന്നമഷിക്ക് അടിവര കൊടുക്കണേ. ഇന്ന് രാത്രി എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നു. പുറത്ത് വിടുന്നെങ്കിലും കേൾക്കുന്നവർ, പകല് കേൾക്കുന്നവരുണ്ടാവാം. ആരോടും ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, ഈ സമയത്ത് ഈ വചനം കേൾക്കുന്നവരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നു. ഞാൻ തെളിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആരും പിണങ്ങരുത് എന്ന് പറഞ്ഞാൽ, ചില വചനങ്ങൾ വലിയ പ്രിയമാ. കർത്താവ് പറയുന്ന ചില വചനങ്ങൾ അവർക്ക് ബാക്കി അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ഇടർച്ച വരുത്തുന്നത് വേണ്ട. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാക്കാത്തത് മാത്രം നമുക്ക് മതി. ആരും എക്സിറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? എല്ലാവരും ഉണ്ടല്ലോ, ആരും പോകരുത് എന്ന് പറഞ്ഞാൽ, ഈ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ ഒടുവിലൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം, തങ്ങൾക്കിഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുക. തങ്ങൾക്കിഷ്ടമില്ലാത്തത് വല്ലതും കർത്താവ് പറഞ്ഞാൽ അത് വേണ്ട. കേട്ടോ, ഈ നിലപാട് തെറ്റാ. കേട്ടോ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രകൃതമാണ്. ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, കർത്താവായ യേശുക്രിസ്തു എന്ന വചനം, ആ വചനം തൻ്റെ വചനം എന്നോട് പറയുമ്പോൾ ഞാൻ ഏത് പരിധി വരെ അതിനെ ഉൾക്കൊള്ളുന്നു? എനിക്കെന്റെ കർത്താവ് പറയുന്ന വചനങ്ങളിൽ ഏതൊക്കെ വേണം? ഞാനിവിടെ ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. ഈ ശിഷ്യന്മാർ, കർത്താവിന്റെ വചനത്തെ സംശയിച്ച് പിറുപിറുത്ത ശിഷ്യന്മാർ, അവരെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ചോദ്യം ഞാൻ പിന്നെ ചോദിക്കാം. 9-ാം അധ്യായം, റോമാലേഖനം 9-ാം അധ്യായം 31-32 വാക്യങ്ങൾ. റോമർ 9-ന്റെ 31-32 വാക്യങ്ങൾ നോക്കിയേ.
നീതി പ്രമാണം ആ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കലിന്മേൽ തട്ടി ഇടറി. കണ്ടോ, ഇതൊക്കെ നമ്മള് കേട്ടോ, ഈ ക്ലാസ് കഴിഞ്ഞാലും ദയവ് ചെയ്ത്, എനിക്കറിയാം പലരും ഈ വചനങ്ങളൊക്കെ പിന്നെയും ധ്യാനിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളോടൊന്ന് പറയുക, ക്ലാസ് കഴിഞ്ഞാലും ചിന്തിക്കണം. ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ വചനത്തിലുണ്ട്. എന്താ ദൈവത്തിന്റെ ഉദ്ദേശം? അവര് നീതി പിന്തുടരണം, നീതിയുടെ പ്രമാണം അംഗീകരിക്കണം. കർത്താവായ യേശുക്രിസ്തു നൽകിയ നീതിയുടെ പ്രമാണം അവർ അംഗീകരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ അവിടെ ഇരിക്കുന്ന വചനം കണ്ടോ, ആ ഇസ്രായേൽ അവിടെ എത്തിയില്ല. എന്തുകൊണ്ട് അവരവിടെ എത്തിയില്ല? നമ്മളിപ്പോ ചിന്തിക്കുന്ന വിഷയത്തോട് ചേർത്ത്, എന്തുകൊണ്ട് ആ പ്രമാണത്തിൽ അവരെത്തിയില്ല? വിശ്വാസത്താലല്ല, പിന്നെ പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. ഒന്നുകൂടെ ശക്തമായി വ്യക്തമായി പറഞ്ഞാൽ, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന വ്യവസ്ഥയല്ല, തങ്ങളുടെ വഴി അവർ സ്വീകരിച്ചു. തങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ സ്വർഗത്തിൽ പോണം, തങ്ങൾ ഉദ്ദേശിച്ച വഴിയിലുള്ള പ്രമാണം വേണം. എൻ്റെ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വഴി സ്വീകരിച്ച് ദൈവത്തിന്റെ വഴിയിലൂടെ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നീ കർത്താവിന്റെ ശിഷ്യയല്ല, നീ സ്വർഗത്തിൽ പോകയില്ല. യഹൂദൻ എന്ത് ചെയ്തു? തന്റെ സ്വന്തം വഴി നോക്കണം. ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രസംഗം കേട്ടവർ കർത്താവ് പറയുന്ന വഴിയും അവർ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന വഴിയും, ഇത് രണ്ടും രണ്ടായി കാണണം. ഞാൻ റോമാലേഖനം 9-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു, കർത്താവ് വച്ചിരിക്കുന്ന ഒരു പ്രമാണവും അവർ പിന്തുടരാൻ തീരുമാനിച്ച ഒരു വഴിയും, തെരഞ്ഞെടുത്ത വഴി. കർത്താവിന്റെ വഴിയും ജനത്തിന്റെ വഴിയും രണ്ടായി പോകുകയാണ്. എവിടെത്തില്ല? സ്വർഗത്തിലെത്തുകയില്ല. ഇത് രണ്ടും കൂടെ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദര സഹോദരി, നീ ഏത് ശിഷ്യനാണ്? സ്വന്തം വഴി അനുസരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ വഴിയിൽ പ്രയാണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശിഷ്യനാണോ ശിഷ്യയാണോ എന്ന് ചിന്തിക്കാൻ ഇതൊരു നല്ല അവസരമാണ്. കേട്ടോ, ഞാൻ ഇതിന് ഒരു ഉദാഹരണം പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഉദാഹരണമാണെന്ന് ഞാൻ വിചാരിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ നയമാന്റെ കാര്യം പറയുന്നുണ്ട്, ഇല്ലേ? നമുക്കെല്ലാവർക്കും അറിയത്തില്ലേ? ഞാൻ വിശദീകരിക്കണോ? ഇസ്രായേലിലെ അടിമ പെൺകുട്ടി നയമാന്റെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്നതും ആ കുഷ്ഠരോഗിയായ നയമാനോട് നയമാന്റെ ഭാര്യ മുഖാന്തരം, അവൾ എത്ര വ്യവസ്ഥാപിതമായിട്ടുള്ള വഴിയിലാണ് പോകുന്നതെന്ന് നോക്കണം. ഭാര്യ മുഖാന്തരം നയമാനോട് പറഞ്ഞു, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ യജമാനന് സൗഖ്യം വരും. ചുരുക്കി ഞാൻ പറയട്ടെ, നമുക്കറിയാമല്ലോ, അയാൾ പോയി അല്ലേ, തൻ്റെ സൈന്യം, തൻ്റെ പട്ടാളത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് വലിയ പിന്നെ എന്താണ് പറയേണ്ടത്, വലിയ പവറിൽ അങ്ങോട്ട് ചെയ്യുന്നു, വലിയ ജാടയിൽ അങ്ങോട്ട് ചെയ്യുന്നു, ഇല്ലേ? കർത്താവിൻ്റെ അടുക്കൽ ഏതൊരു വ്യക്തി ചെല്ലുന്നോ
ഞാനൊന്നുമില്ല, സാധു ക്ഷീണൻ കുരുടൻ എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നവനെയാണ് വേണ്ടിയത്. നമ്മുടെ പത്രാസും നമ്മുടെ പരിപാടിയും ഒക്കെ വച്ചു വേണം കർത്താവിന്റെ അടുക്കലോട്ട് ചെല്ലാൻ. പോട്ടെ, ഇത് സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളിത് എവിടെയെങ്കിലും ചെന്ന് എൻ്റെ സഹോദരങ്ങളൊക്കെ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ പ്രയോജനപ്പെടാൻ വേണ്ടി ഞാൻ ഇതങ്ങ് പറഞ്ഞെന്നുണ്ട്. അവിടെ ചെന്നു. ആദ്യം രാജാവിന്റെ അടുക്കലാണ് പോയത്, അല്ലേ? ഇസ്രായേലിലെ രാജാവിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ രാജാവ് ഭയങ്കര വസ്ത്രമൊക്കെ വലിച്ചു കീറിയിട്ട്, ഞാൻ എന്താ ഈ സൗഖ്യം കൊടുക്കാൻ, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ ചൂടായി. കേട്ടോ, രക്ഷയ്ക്ക് മനുഷ്യൻ പോകുന്ന ഇടം. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ പറയുന്ന പോലെ ഞാനൊന്ന് പറയാം, മനസ്സിലായവർക്കായി സ്തോത്രം. ചെല്ലേണ്ടിടത്ത് ചെല്ലണം. രാജാവിന്റെ അടുക്കൽ പാപമോചനം ഇല്ല, കേട്ടോ. പ്രവാചകന്റെ അടുക്കൽ ആ പാപമോചനം. പാവം പ്രവാചകന്റെ അടുത്ത് ചെന്നു എന്ന് പുള്ളി വലിയ പത്രാസിൽ ചെന്നാ പറഞ്ഞു, യോർദാൻ നദി ചെന്ന് 7 പ്രാവശ്യം എന്നെ ഒന്ന് സഹായിക്കുന്നേ, 7 പ്രാവശ്യം ഞാൻ പറഞ്ഞു. എന്തായാലും ആ ഭാഗം ഒന്ന് എടുത്തവരൊന്ന് നോക്കിക്കേ. ആളയച്ച് നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അത് എത്രാമത്തെ വചനമാണ്? 10-ാമത്തെ വാക്യം. എന്താ ആളയച്ചാ പറഞ്ഞു. ഈ വലിയ പത്രാസം കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ആളുകളുണ്ടല്ലോ, താൻ ഇറങ്ങി വന്നു പോലില്ല. ആളയച്ചു പറഞ്ഞു, നീ പോയി യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അത് കഴിഞ്ഞ അതിന്റെ രസം എന്താ? അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അവളെ അടുത്ത് വന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്നവൻ വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് പറയാൻ ആഗ്രഹിച്ച പോയിന്റ് അങ്ങ് പറഞ്ഞു പോട്ടെ. എന്താ? നയമാന്റെ വഴിയല്ല പ്രവാചകന്റെ വഴി. സ്തോത്രം. കേട്ടോ, നയമാൻ വിചാരിച്ച എന്താ? പ്രിയാച്ചമ്പ്രേ, നയമാൻ വിചാരിച്ച എന്താ? പ്രവാചകൻ ഇങ്ങോട്ട് ഇറങ്ങി വരും, എന്നിട്ട് അവന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും, എന്നിട്ട് അവൻ എന്റെ കുഷ്ഠരോഗിയായ എന്റെ നേരെ ഇങ്ങനെ കൈയാട്ടും, അപ്പൊ എനിക്ക് നയമാനെ, നിന്റെ പരിപാടി, നിന്റെ വഴി, നിന്റെ പോക്കറ്റ് വെച്ചാ മതി. രക്ഷിക്കപ്പെടാൻ, പാപമോചനം വരാൻ, കുറ്റം മാറാൻ പ്രവാചകൻ വച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴി എന്താണ്? മാറ്റമില്ല. യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങണം. നോക്കണം, അവിടെ അടുത്ത് കാണുന്ന എന്താ? ഈ ഇദ്ദേഹം പറയുന്നത് എന്താ? 12ാം ദമ്മശേക്കിലെ നദികളായ അബാനയും പർപ്പരയും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും, ഇതൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുക്കട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പമ്പയുണ്ട് അല്ലേ? ഞങ്ങളുടെ ഇന്ത്യയിൽ ഗംഗയുണ്ട്, യമുനയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്, എത്ര നദികളുണ്ട് ഞങ്ങൾക്ക്. യോർദാൻ പ്രവാചകൻ പറഞ്ഞാൽ പറഞ്ഞതാ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, യോർദാൻ നദിയിൽ മുങ്ങി 7 പ്രാവശ്യം മുങ്ങണം. അതാണ് പ്രവാചകന്റെ വഴി. നമുക്ക് പുതിയ നിയമത്തിലെ നോക്കുക, യേശുക്രിസ്തുവിന്റെ വഴി, യേശുക്രിസ്തുവിന്റെ പ്രമാണം, യേശുക്രിസ്തുവിന്റെ വചനം അനുസരിക്കുന്നു. ആ പ്രമാണം അനുസരിച്ചല്ലാതെ ഒരു ശിഷ്യന് സഞ്ചരിക്കാൻ അനുവാദമില്ല. നമുക്കറിയാം 7 വട്ടം
കൂടെ വന്ന പരിചാരകരൊക്കെ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നീ അനുസരിക്കത്തില്ലായിരുന്നോ? ഇത്രയും ലളിതമായ കാര്യമല്ലയോ? സ്തോത്രം. രക്ഷയ്ക്ക് സ്വർഗത്തിലെ ദൈവം വച്ചിരിക്കുന്ന ലളിതമായ മാർഗമാണ്, ആർക്കും അനുസരിക്കാവുന്ന മാർഗമാണ്. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ മുങ്ങി പൊങ്ങുന്ന ഏതൊരു പാപിക്കും പാപമോചനം. അതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ വ്യവസ്ഥ കേട്ടോ. ഞാൻ വ്യക്തമായി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് കേൾക്കണേ. നമ്മുടെ പരിപാടി കൂടെ, നമ്മുടെ പദ്ധതി കൂടെ, നമ്മുടെ വഴി കൂടെ കൂട്ടിച്ചേർക്കരുത്. നിങ്ങളുടെ ആരുടെയും, എൻ്റെ, നമ്മുടെ ആരുടെയും സഭയല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. സഭയുടെ പ്രമാണങ്ങളല്ല, നമ്മുടെ പ്രമാണങ്ങളല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. നമ്മുടെ കർത്താവിന്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ വചനം കഠിനമാണെങ്കിലും, ഞാൻ പറയുന്നത് വിട്ടുപോകരുത്, കഠിനമാണെങ്കിലും കർത്താവിന്റെ വചനം സ്വീകരിക്കുവാനും അതിനാമേൻ പറയാനും മനസ്സുള്ളവനെയാണ് ഈ പുസ്തകം ശിഷ്യൻ എന്ന് വിളിക്കുന്നത്. ഇന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനാണ്. കർത്താവ് പറയുന്നത് സമ്പൂർണമായി വിശ്വസിക്കുക, അനുസരിക്കുക. ഇനി നമുക്ക് 62, 63 വചനങ്ങളില് കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ. കർത്താവ് ചോദിക്കുക, ഞാൻ പറഞ്ഞ വചനം നിങ്ങൾക്ക് കഠിനവാക്കായിട്ട് തോന്നുന്നു, ഇടർച്ചയായിട്ട് തോന്നുന്നു. എന്നിട്ട് കർത്താവ് തിരിച്ചൊരു ചോദ്യം അവരോട്, അടുത്ത ചോദ്യം ചോദിക്കുക, ഞാൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? കണ്ടാലോ? 63 വാക്യം, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും. ക്രിസ്റ്റൽ ക്ലിയർ. എന്താ കർത്താവിന്റെ മാംസം? എന്താണ് കർത്താവിന്റെ രക്തം? വ്യക്തം. വചനം, ഞാൻ നിങ്ങൾ സംസാരിച്ച വചനമാണ് ആത്മാവും ജീവനും. മാംസത്തിന് ജീവൻ തരാൻ കഴിയില്ല, മാംസം ഒന്നിനും ഉപകരിക്കുകയില്ല. എന്നാൽ ഞാൻ സംസാരിച്ച വചനം, എന്റെ സഹോദര സഹോദരി, കൊടുക്കാത്തവന് ശിഷ്യനെന്ന് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാൻ ആവർത്തിച്ചു പറയാം, നമ്മൾ വച്ചിരിക്കുന്ന വ്യവസ്ഥയല്ല ദൈവത്തിന്റെ വ്യവസ്ഥ. നമ്മളിപ്പോ നയമാന്റെ കാര്യം ചിന്തിച്ചതുപോലെ വേറൊരു കാര്യം കൂടെ ചിന്തിക്കാം. ഇതോട് ചേർത്തൊരു കാര്യം കൂടെ ചിന്തിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വചനങ്ങൾ കുറിച്ചിട്ടാൽ മതി, എല്ലാവർക്കും അറിയാം. ഞാൻ സംഭവം എന്താണെന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ധനവാന്റെയും ലാസറിന്റെയും ചരിത്രമാണ്, കഥയല്ല. പിന്നെ ചരിത്രം, ധനവാന്റെയും ലാസറിന്റെയും ചരിത്രം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കഥയല്ല, അതൊരു സ്റ്റോറിയല്ല. കർത്താവ് പറഞ്ഞ ഉപമയല്ല, അതൊരു സംഭവമാണ്, ചരിത്രത്തിൽ നടന്ന കാര്യം. അവിടെ ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി കൂട്ടി പറഞ്ഞാൽ പോരെ? ഈ ജിസോറ ചുരുക്കി പറഞ്ഞാൽ പോരെ? അപ്പൊ ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആ ധനികൻ
അബ്രഹാം പിതാവിനോട് ഒരു വലിയ ഉപദേശം കൊടുക്കുക. അബ്രഹാം പിതാവിന് ഉപദേശം കൊടുക്കുന്നുണ്ട്. എനിക്ക് ചിരി വന്നു. ചിന്തിച്ചു നോക്കി, യാതനാ സ്ഥലത്ത് കിടക്കുന്നവനാണ് അബ്രഹാമിന് ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. എന്താ ക്ലാസ്? പിതാവേ, അബ്രഹാം പിതാവേ, എൻ്റെ വീട്ടിൽ 5 സഹോദരന്മാരുണ്ട്. എന്റെ ഗതിയിലാണ് അവരിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ? ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ഇപ്പോഴും അവര് ജീവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരിവിടെ വരരുത് കേട്ടോ, അവരിവിടെ വരരുത്. ചിലർക്ക് ഈ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം വരുന്നത് നരകത്തിൽ ചെല്ലുമ്പോഴാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മാക്കളെ കുറിച്ച് ഭാരം, അവരിവിടെ വരരുത്. 5 എണ്ണം ഇവൻ ലോകത്ത് ജീവിച്ചപ്പോ ഗുണപ്പെട്ട് ജീവിച്ച് അവർക്ക് മാതൃക കാണിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേന്. അപ്പോ അബ്രഹാം പിതാവിനോട് പറയുക, അവര് ഇങ്ങോട്ടേ വരുവുള്ളൂ പിതാവേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. കണ്ടോ മനുഷ്യന്റെ വഴി നോക്കി? കണ്ടോ എന്താ മനുഷ്യന്റെ വഴി? ഷൈജൻ ബ്രദറെ, എന്താ? ലാസറിനെ അങ്ങോട്ടൊന്ന് കണ്ടോ? സഹോദരന്മാർ, തന്റെ സഹോദരന്മാർ രക്ഷിക്കപ്പെടാൻ ദൈവം വെച്ച വ്യവസ്ഥയല്ല, പിന്നെ ആരുടെ വ്യവസ്ഥയാ പറഞ്ഞു കൊടുക്കുന്നേ? വേണ്ട, ഞാൻ വഴി പറഞ്ഞുതരാം, എളുപ്പമാർഗമാണ്. അങ്ങോട്ടൊന്ന് വിട്ടേ. ആരെ? ലാസറിനെ. അപ്പോ അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ മോശയും ന്യായപ്രമാണമുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞു മോശയും ന്യായപ്രമാണം. ഒറ്റ വാക്കി പറയാമോ? മോശയും ന്യായപ്രമാണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എന്താ? ദൈവവചനം അവിടെ ഉണ്ട്. അവൻ ഇവിടെ വരേണ്ടത് എങ്ങനെയാ? ദൈവവചനം. ഇദ്ദേഹം പറയുകയാണേ, കേട്ടോണേ ഡോക്ടറെ, വളരെ രസം തോന്നും. അപ്പൊ ഇദ്ദേഹം പറയും, ഈ യാഥാസ്ഥലത്ത് കിടക്കുന്ന അല്ലല്ലേ അബ്രഹാം പിതാവേ. ശ്രദ്ധിച്ചു. മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ അത് അവിടോട്ട് പോകുന്നതിന് മുമ്പ് ഈ അല്ലല്ല അബ്രഹാം പിതാവേ ഒന്ന് നോക്കി. യാതനാ സ്ഥലത്ത് കിടക്കുന്നവന് എന്ത് ചെയ്യാ? അബ്രഹാം പിതാവിന് പഠിപ്പിക്കുക. എന്താ? മരിച്ചവരിൽ ഒരുത്തൻ ചെന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? വിശ്വസിക്കും. അബ്രഹാം പിതാവ് പറഞ്ഞ മറുപടി എന്താ? മോശയും പ്രവാചകന്മാരെ അഥവാ അവരുടെ വാക്കുകൾ വിശ്വസിക്കാത്തവൻ മരിച്ചവരിൽ ഒരുത്തൻ ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. എന്റെ സഹോദരങ്ങളെ, ഇരു കൈയും കൂപ്പി വളരെ വിനയത്തോടെ യാതൊരു മുൻവിധിയും കൂടാതെ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം. വചനം വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. നമുക്ക് തോന്നും അതിനേക്കാൾ നല്ലത് ഇതാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ കർത്താവിന്റെ മറുപടി എന്താണെന്നറിയാമോ? നിനക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല എന്റെ വഴി. എന്റെ വഴിയിൽ നിനക്ക് നടക്കാൻ മനസ്സുണ്ടോ? ഞാൻ ഇന്ന് രാത്രിയിലെ ഈ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കുമ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്ന ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൈവവചനത്തിന്റെ മുമ്പിൽ, ഈ കണ്ണാടിയുടെ മുമ്പിൽ നമ്മളെ കാണണം. ഞാൻ കേവലം യേശുവിന്റെ അടുക്കൽ വന്ന ഒരു ശിഷ്യനാണോ, അതോ യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യനാണോ? യേശുവിനെ യേശുവിൽ വിശ്വസിച്ച ശിഷ്യനാണോ?
യേശു പറഞ്ഞ വചനങ്ങൾ വിശ്വസിക്കുന്ന ശിഷ്യനാണ്. ഞാനൊരു കപട ശിഷ്യനാണോ? ഞാനൊരു യഥാർത്ഥ ശിഷ്യനാണോ? ശിഷ്യനാണ്. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഈ ക്ലാസ്സിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ദൈവവചനത്തെ അംഗീകരിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. തുടർന്ന് യൂട്യൂബിലൊക്കെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് പറഞ്ഞ അതേ വചനം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ എൻ്റെ കർത്താവ് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. പൗലോസ് പറഞ്ഞ എന്താ? റോമാലേഖനം 2-ാം അധ്യായം, എന്റെ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കും. ഇന്ന് രാത്രി പാവപ്പെട്ട എളിയവനായ ഞാൻ വളരെ എളിമയോടെ എൻ്റെ നെഞ്ചത്തെ കൈവച്ച് ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞ, ഞാൻ പഠിപ്പിച്ച ഈ വചനങ്ങൾ വച്ച് എൻ്റെ വാക്കുകളെ കേട്ടവരെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്, ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. കേട്ടോ? ശിഷ്യത്വം എന്നുള്ളത് ഒരു കൊച്ചു വിഷയമല്ല. ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണത്. ഇവിടെ പിന്മാറിപ്പോകുന്ന ശിഷ്യന്മാരുണ്ട്. എന്നാൽ പത്രോസ് എന്ന് പറഞ്ഞ ശിഷ്യനെ നോക്ക്, ഞങ്ങൾ എവിടെ പോകും കർത്താവ്? നിന്നെ വിട്ടിട്ട് ഞങ്ങൾക്ക് എവിടെ പോകാൻ കഴിയും? മരണമാണെങ്കിലും ജീവനാണെങ്കിലും നിന്നെ വിട്ടിട്ട് ഞങ്ങൾ പോവുകയില്ല. അങ്ങയുടെ കൂടെ അവസാനം വരെ. വീഴ്ചയൊക്കെ വന്നു പുള്ളിക്ക്, സത്യമാ. മനുഷ്യൻ ബലഹീനനാണ്. എന്നാൽ ബലഹീനനെ താങ്ങുന്ന, സ്നേഹിക്കുന്ന ഒരു കർത്താവ്, യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കർത്താവ്. ശിഷ്യത്വത്തിന്റെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവാണ്, ഗുരുവാണ്. യേശുക്രിസ്തു ഗുരു, നമ്മൾ ശിഷ്യൻ. നമ്മുടെ ഗുരു നമ്മളെ കൈവിടുന്നവനല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. ഇവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞത് വിശ്വസിക്കുന്നില്ലല്ലോ, കഴിഞ്ഞ വാക്കാണല്ലോ, നിങ്ങൾക്ക് തുടർച്ചയായോ എന്ന് ചോദിച്ചിട്ട് കർത്താവ് തിരിച്ചു ചോദിക്കുന്ന ആ ചോദ്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. എന്താ? ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ആ വാക്കും അവിടെ പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ എന്ന് ചോദിച്ചതിന്റെ കാര്യം എന്താ? ഞാൻ വേഗം പറയാം. എന്താണെന്നറിയാമോ? ഇത്രയും നേരം കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്നാ പറഞ്ഞേ. കർത്താവ് പറയുക, അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. അല്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ അപ്പൊ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ വന്നത് സ്വർഗത്തിൽ നിന്നാണെന്ന്? മനസ്സിലായല്ലോ? രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും മനസ്സിലാകും. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ആ യേശുക്രിസ്തു എന്ന വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കർത്താവിങ്കൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തു എന്ന വചനത്തിൽ വിശ്വസിക്കാം. ക്രിസ്തു പറഞ്ഞ വചനങ്ങളെ നമ്മൾക്ക് അനുസരിക്കാം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യരാകുന്നത്. അതിന് നമ്മളെ സമർപ്പിക്കാം. ഈ ക്ലാസ് നമ്മൾക്ക് എല്ലാവർക്കും അതിന് സഹായകരമാകട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.